എല്ലാവർക്കും കയറി കൊട്ടിയിട്ട് പോകാനുള്ള ചെണ്ടകളാണ്, ചെങ്കൊടി പിടിക്കുന്ന വനിതകളെന്ന് ആർക്കെങ്കിലും മിഥ്യാധാരണയുണ്ടെങ്കിൽ ആ മിഥ്യാധാരണ അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്ന് പറയാനാണ് ഈ വാർത്താശകൾ നടത്തുന്നത്. അങ്ങനെ ഏകപക്ഷീയമായി കയറി സൈബർ ആക്രമണം നടത്തിയാൽ പതറി ഇവരെല്ലാം അങ്ങ് വീട്ടിലിരുന്നു കൊള്ളും, ഈ പണിയെല്ലാം നിർത്തിപ്പൊക്കൊള്ളും എന്ന് ഒരാളും കരുതേണ്ടതില്ല. അവർ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന കൃത്യമായ രാഷ്ട്രീയ ധാരണ ഞങ്ങൾക്കുണ്ട്. അത് അവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ്. ഒരു തെറ്റും ചെയ്യാത്തവരെ അങ്ങേയറ്റം അസഭ്യ വർഷമാണ് അവർ ആക്രമിക്കപ്പെടേണ്ടി വരുന്നത്. ഇത് കേരളത്തിന്റെ സംസ്കാരത്തിൽ ചേർന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഏറെക്കാലമായി കേരളത്തിൽ ഇങ്ങനൊരു ടീം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും, മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തെല്ലാം ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവർ നട്ടു നനച്ച് വളർത്തുന്ന, അല്ലെങ്കിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഒരു ക്രിമിനൽ സംഘം സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തും പറയാൻ, സ്വന്തം അമ്മയാണെങ്കിൽ അമ്മയെയും തെറി വിളിക്കാൻ മടിയില്ലാത്ത ഒരു സംഘം അരാജക സംഘത്തെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുകയാണ് കേരളത്തിൽ. അത് സ്ത്രീ അധിക്ഷേപമായിരിക്കാം, ചിലപ്പോൾ വർഗീയ അധിക്ഷേപമായിരിക്കാം, വർഗീയ വിഭജനമായിരിക്കാം, എന്തും ചെയ്യും. തങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതൊരാളെയും ആക്രമിക്കും. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസും ഇറക്കി വിട്ടിരിക്കുന്ന സൈബർ ഗുണ്ടകളെ തിരിച്ചു വിളിക്കുന്നതാണ് നല്ലത് എന്നതാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവിടെ ഏറ്റവും ഒടുവിൽ മേയറുടെ കാര്യത്തിൽ അവരെന്ത് തെറ്റാണ് ചെയ്തത്? ഈ വിഷയത്തിൽ ഇവിടെ ഇപ്പൊ പറയുന്നത്, ഇന്നലെ ഇപ്പോ ഇത് വാർത്താസമ്മേളനത്തിന് കാരണമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ഇപ്പോൾ ഒരു ചാനൽ ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും തന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞ ഒരു മാധ്യമ വിശാരദനുണ്ടല്ലോ, നിരീക്ഷക ബുദ്ധിജീവി. പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ബോധപൂർവ്വം. ആ പേര് പറഞ്ഞ എൻ്റെ നാവ് അശുദ്ധാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ആളെ കിട്ടും ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ. തൂണിലും തുരുമ്പിലും ജാതി പറയുന്ന ഒരാൾ, ഒരു മാധ്യമ ചാനലിലെ സ്ഥിരം കക്ഷി, അറിയാലോ. ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു സ്വതന്ത്രമായ വീഡിയോ പ്രക്ഷേപണം രാത്രി കേൾക്കാനിടയായി. യഥാർത്ഥത്തിൽ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം, അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണണം എന്തെന്നെ തീരുമാനിച്ചത്. ആ മഹാനുഭാവൻ പറയുകയാണ്, ഇങ്ങനെ പറഞ്ഞത് നന്നായി. ബാലുശ്ശേരി MLA അയാളെ ഇറങ്ങി എടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞ്, അയാളുടെ അതായത് ജാതി പറഞ്ഞ് തന്നെ അധിക്ഷേപിച്ചു എന്ന ഇരവാദം സച്ചിൻ ദേവ് ഉയർത്താത്തത് നന്നായി. എങ്കിൽ ഈ പാവം 175 രൂപ ശമ്പളം വാങ്ങുന്ന ഈ പാവം KSRTC ഡ്രൈവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നല്ലോ. ഇത് പറയാണ്. എന്താ അദ്ദേഹം പറയേണ്ട അർത്ഥം? കേരളത്തിലെ ദളിതരായ മനുഷ്യരെല്ലാം എന്നിട്ട് പറയാണ്, അല്ലെ ഒരു പേര് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ടല്ലോ, ശ്രീനിധന്റെ ക്ലാസ് കൂടി കിട്ടിയിട്ട് സച്ചിൻ ദേവ് അത് പറയാതിരുന്നത് നന്നായി. എന്ത് പറയണേ ബോധത്തിന്റെ നെറുകയിൽ നിന്നാണ് അയാളത് പറയുന്നത്? ഇത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ലേ? എന്തേ കേരളത്തിലെ നിങ്ങൾക്കൊരു മാധ്യമങ്ങൾക്കും ഇത് ഒരു തെറ്റാണ്, അഭംഗിയാണെന്ന് തോന്നിയില്ല? ഇത് അരുതാത്തതാണ്, ഇത് ശരിയായ നിലപാടല്ല എന്ന് പറയാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്ക് വേണ്ടി തോന്നുന്നില്ല? എന്ത് വിവരക്കേടും വിളിച്ച് പറയാമെന്നാണോ കേരളത്തിൽ? അങ്ങനെയുള്ളവരെയാണല്ലോ വൈകുന്നേരമാകുമ്പോൾ ചെമ്പട്ട് കൊടുത്ത് കൊണ്ടുവന്നിരുത്തി ചില ആളുകൾ ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത്. ഏത് മാധ്യമമാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും തന്നെ ബഹിഷ്കരിച്ചു കളഞ്ഞ ആളെയാണ് ഒരു മാധ്യമം മാത്രം കൊണ്ടിരുത്തി അരങ്ങ് കൊടുത്ത് പറയുന്നത്. എന്താ പറയുന്നത്? എന്താ തുപ്പുന്നത്? എന്താ വിസർജിക്കുന്നത്? എന്താ പറഞ്ഞതിന്റെ അർത്ഥം?
എന്തേ ബാലുശ്ശേരി MLA-ക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശമല്ലേ? അവരൊക്കെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരാണ്. എന്ത് അസത്യവും വിളിച്ചു പറയാം. അപ്പൊ ഏത് തരംതാണ രീതിയിലും ഇടതുപക്ഷത്തു നിന്ന് ഉയർന്നു വരുന്ന വനിതകളെ, യുവാക്കളെ, യുവതികളെ അങ്ങ് സൈബർ ലിഞ്ചിങ് നടത്തി, ആൾക്കൂട്ടാക്രമണം സൈബർ ഇടത്തിൽ നടത്തി അങ്ങ് ഇല്ലാതാക്കി കളയാം. ഇങ്ങനെ കുറെ പേര് വട്ടം ചുറ്റി എന്ന് പറഞ്ഞ് അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റുന്നതാണ് എന്ന തെറ്റായ ധാരണയൊന്നും ഒരാൾക്കും വേണ്ട. അത് ഒരു മാധ്യമത്തിനും വേണ്ട, ഒരു മാധ്യമ വിശാരദനും വേണ്ട. ഈ സൈബർ ലിഞ്ചിങ്ങിന് വേണ്ടി ചെല്ലും ചെലവും കൊടുത്ത ആളുകളെ പോറ്റി വളർത്തുന്ന ഒരു കോൺഗ്രസ് നേതാവിനും വേണ്ട. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടുന്നു. അവർ പതറിപ്പോകത്തൊന്നുമില്ല. അവർക്ക് നല്ല ധാരണയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയത്താലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന നിശ്ചയമായ ധാരണ അവർക്കുണ്ട്. അത് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചു കളയാം എന്ന് കരുതുകയേ വേണ്ട. ആര്യയുടെ കാര്യം എന്താ? ഇവരെല്ലാവരും ഉന്നയിക്കുന്ന കാര്യം ഈ പറഞ്ഞാലേ ബാക്കി എന്താ? പ്രതിരോധത്തിലായപ്പോൾ അയാളെ ആംഗ്യഭാഷ കാണിച്ചു, അശ്ലീല ഭാഷ കാണിച്ചു എന്ന് ഒരു വ്യാജ പ്രതിരോധം തീർക്കുകയാണ്. അല്ലെ, കള്ളി മേയർ വ്യാജ പ്രതിരോധം തീർക്കുകയാണ്. ഈ സംഭവത്തിന്റെ ആദ്യ മണിക്കൂറുകൾ ഇടപെട്ട ഒരാളാണ് ഞാൻ. ഒരു വിവാദമായിട്ടില്ല. അർദ്ധരാത്രിയിൽ ആര്യയോട് സംസാരിച്ച ആളാണ് ഞാൻ ഈ വിഷയത്തിൽ. എനിക്കപ്പോഴറിയാം അവളുടെ മെന്റൽ ട്രോമ. ആ നിമിഷം, ഞാൻ വിളിക്കുന്ന നിമിഷം അയാൾ എന്നെ പറയുന്നുണ്ട്, അവർക്ക് നേരിടേണ്ടി വന്ന അശ്ലീല ആംഗ്യഭാഷയെക്കുറിച്ച് ആദ്യ ഇൻസ്റ്റൻസിൽ എന്നോട് പറയുന്നുണ്ട്. ഇനി പോട്ടെ, ഞാൻ ഈ പറയുന്നതിനെ അങ്ങ് മാറ്റിവെക്കുക. നിങ്ങൾ പരസ്യപ്പെടുത്തിയ, നിങ്ങളെല്ലാവരും പ്രക്ഷേപണം ചെയ്യുന്ന വീഡിയോയിൽ അവരാദ്യമേ പറയുന്നില്ലേ, അവരും അവരുടെ സഹോദരനും ഇയാൾ എന്താ ആംഗ്യ കാണിച്ചത് ചോദിക്കുന്നില്ലേ? 3, പുറത്തു വന്ന അവരും ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം, ആ സംഭാഷണത്തിൽ അവർ ചോദിക്കുന്നില്ലേ ഇയാൾ എന്താ ആംഗ്യ കാണിച്ചത്? ഈ കൂട്ടത്തിൽ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി അങ്ങനെ വെറുതെ പറയുമോ? അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ല, അതാരും കണ്ടിട്ടില്ല. തടഞ്ഞു നിർത്തിയതിന് തെളിവുണ്ട്, വീഡിയോ വിഷ്വൽസ് ഉണ്ട്, സാക്ഷികളുണ്ട്. ആദ്യത്തതിന് ഈ പറയുന്ന 2 പെൺകുട്ടികൾ, നിങ്ങൾ ഒരാളെ മാത്രമാണല്ലോ പറയുന്നത്, മേയർ ആര്യ മാത്രമല്ലല്ലോ, വേറൊരു സ്ത്രീ കൂടി ആ പിക്ചറിലുണ്ടല്ലോ, വേറൊരു സ്ത്രീ കൂടി വിക്ടിമാണല്ലോ. അവർക്കൊരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ, ഒരു സോഷ്യൽ പ്രിവിലേജ് ഇല്ലല്ലോ. അവളുടെ ഭർത്താവിന്റെ ഭാര്യ, സഹോദരന്റെ ഭാര്യയാണല്ലോ. അതൊരു സ്ത്രീയല്ലേ? അല്ലേ? അവരുടെ കാര്യം നിങ്ങൾ കാണാത്തെ? അങ്ങനെ നിങ്ങൾ പറ, ഇരിക്കുന്ന സ്ത്രീകൾ അങ്ങനെ ഒരു പെൺകുട്ടി പറയുമോ? ഇത് വാദിച്ച് ജയിക്കാൻ സ്ക്രീനിൽ പിന്നീട് വന്ന് വാദിക്കുന്നതല്ലോ. എന്നോട് നേരിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞ നിങ്ങളിവിടെ ഞാൻ വെറുതെ പറയുന്നത് കരുതിക്കോ. ആ വീഡിയോയിൽ അവർ പറയുന്നില്ലേ, ഇവർ തമ്മിൽ അർദ്ധരാത്രിയിൽ ടെലിഫോൺ സംഭാഷണം നടത്തുമ്പോൾ ഈ ഡ്രൈവർ എടുത്ത് പറയുന്നില്ലേ? അപ്പോൾ ഇത് ആ പറഞ്ഞ ആരോപണം അപ്പൊ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടയാൾ, ആരോപണ വിധേയനായ മേയർ, ആരോപണം ഉന്നയിക്കുന്ന ഡ്രൈവർ, അയാളുടെ പൂർവ്വകാല ചരിത്രമെന്ന് അത് നിങ്ങൾ തേടിപ്പോകുന്നവരല്ലേ? അപ്പൊ ആരുടെയൊക്കെ പൂർവ്വകാല ചരിത്രം നിങ്ങൾ തേടിപ്പോയത്? ആർഷോ ജനിച്ചപ്പോൾ മുതൽ നഴ്സറി സ്കൂളിൽ ആരെയും പിച്ചത് മുതലുള്ള ചരിത്രം എടുത്ത് പോയവരല്ലേ നിങ്ങൾ? എന്തേ ഈ ഡ്രൈവറുടെ മാത്രം പൂർവ്വചരിത്രം എടുത്ത് നിങ്ങൾ പോയില്ല? യാത്ര ചെയ്തില്ല? എന്തേ പോയില്ല? നാട്ടിലൊന്നും പോയി അന്വേഷിച്ചില്ല? ഒരു ചാനല് ഞാൻ ഓർമ്മിക്കുകയാണ്, അതിപ്പോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ചാനൽ തന്നെയാണ്. പണ്ട് ഈ ഇവിടെ ഈ ശിവശങ്കറിനെതിരെ ആരോപണം വരുന്ന സമയത്ത് അയാള് അവിടെ പോകാറുണ്ടായിരുന്ന ഒരു ഫ്ലാറ്റിന്റെ സെക്രട്ടറിയുടെ ബൈറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ്. ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്താണ്, അത് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത ചാനലാണ്. ഇതെന്തേ പോയി നാട്ടിൽ ചോദിക്കാത്തെ? ഇന്നലെ മലയാള മനോരമ തന്നെ പ്രസിദ്ധീകരിച്ച വാർത്തയുണ്ട്. മനോരമ ഒരു വശത്തെ എഡിറ്റോറിയൽ എഴുതി, ഒരു വശത്ത് പ്രസിദ്ധീകരിച്ചു ഇയാൾക്കെതിരായ പൂർവ്വകാല കേസുകൾ. എന്തൊക്കെയാ കേസ്? ഞാൻ മനോരമയിൽ വായിച്ചറിഞ്ഞ ആളാ. എന്തൊക്കെയാ കേസ്? മനോരമ തന്നെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ കേസ് എന്താ കേസ്? അപകടകരമാം വിധം വാഹനം ഓടിക്കുന്നത്, അതോടെ നിൽക്കട്ടെ. അതോടൊപ്പം സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അംഗവിക്ഷേപങ്ങൾ കാണിച്ചതിന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ക്രൈമിന് അയാൾക്കെതിരെ മുമ്പ് പരാതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കുറിച്ച് ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരെയൊക്കെ അറിയില്ലല്ലോ. ഒരു സ്ത്രീ, ഇവിടെ 2 വനിതാ മാധ്യമ പ്രവർത്തകർക്കുണ്ടല്ലോ. ഇനി നിങ്ങളുടെ എല്ലാം വീട്ടിൽ അമ്മയും സഹോദരിമാരൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കെല്ലാം അറിയാലോ.
അവരങ്ങനെ വാദം ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ പറയോ? അതും ആദ്യത്തെ ഇൻസ്റ്റൻസിൽ തന്നെ പറയോ? അപ്പൊ അങ്ങനെ സ്ത്രീകളെ അപ്പൊ എന്തുകൊണ്ടാ കാര്യം? ഇതേ കാര്യം കോൺഗ്രസിന്റെ ഒരു നേതാവോ ജനപ്രതിനിധിയാണ് ചെയ്തതെങ്കിൽ ഇപ്പോ നമ്മുടെ മനോരമ ചാനലിലൊക്കെ ചിലപ്പോൾ വേണ്ടി വന്നാൽ മാൻ ഓഫ് ദി ഇയർ അങ്ങനെയല്ലേ അവാർഡിന്റെ പേര്, അവാർഡ് കൊടുത്തനെ, വാർത്തയിലെ വലിയ വിപ്ലവ സിംഹമായി മാറിയാണ്. ഇത് ഇടതുപക്ഷമായിപ്പോയല്ലേ. മേയർ ആര്യ അവർ തിരഞ്ഞെടുക്കപ്പെട്ട് ചെറിയ പ്രായത്തിൽ അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്ത് വന്ന ദിവസം മുതൽ അവരെ പിന്തുടർന്ന് ആക്രമിക്കുകയാണ്. അതിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം അങ്ങനെ ഒരാളെ ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡ് ഉയർന്നു വരേണ്ടതില്ല എന്ന ലക്ഷ്യമാണ്. അത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ശേഷി ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിലുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ.